हेलो एंड वेलकम बैक। आप सबका एक बार फिर हार्दिक स्वागत है। हम तेजपाल चौधरी जी की एकांकी छोटी मछली बड़ी मछली का आस्वादन कर रहे थे। जिन्होंने इसका पार्ट 1 न देखा हो कृपया उसकी तरफ जाएं। लिंक नीचे डिस्क्रिप्शन बॉक्स में दिया गया है। तो हमने पार्ट 1 में देखा कैसे रमाकांत बड़ी मछली को पकड़ने के लिए पूरा का पूरा इंतज़ाम करके बैठे हैं। രമാകാന്തും വൈഫ് ആഭയും തൻ്റെ മകൻ വിനയ്ക്ക് വേണ്ടി ഒരു വളരെ ധനികനായ വ്യക്തി ജഗദീഷ് പ്രസാദിൻ്റെ മകളുമായിട്ടുള്ള അലയൻസ് ഉറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. വീട്ടിലെല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞ് അവർ ജഗദീഷ് പ്രസാദ് എന്ന ആ ധനികനായ വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തഭി ഘंटी बजती है. आभा कहती है लगता है आ गए. मैं दरवाज़ा खोलता हूँ. ഇപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ട് രമാകാന്ത് ഡോറ് തുറക്കുന്നു. दरवाज़ा खोलता है. एक प्रौढ़ व्यक्ति और युवती प्रवेश करते हैं. युवती हाथ में ब्रीफकेस लिए है. कंधे पर आकर्षक पर्स लटक रहा है. तो दरवाज़ा खोलने पर कौन प्रवेश करते हैं? एक प्रौढ़ व्यक्ति. ഒരു വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു പേഴ്സണും ഒരു ചെറുപ്പക്കാരിയുടെ കയ്യിൽ ഒരു പേഴ്സുണ്ട്, ഒരു ബ്രീഫ് കേസ് ഉണ്ട്. രമാകാന്ത് ഗുപ്ത ക്യാ യഹീ രഹത്തെ ഹൈ? ആ വന്ന വ്യക്തി ചോദിക്കുകയാണ്, രമാകാന്ത് ഗുപ്ത ഇവിടെയാണോ താമസിക്കുന്നത്? ജി ഹാ ആइए आइए പധാരിയെ ഹം ആപ് ഹി കെ ഇന്തസാർ കർ രഹേ ഥേ. ഇപ്പം രമാകാന്ത് ആക്ച്വലി എന്താ വിചാരിക്കുന്നത്, ഇത് ആ ജഗദീഷ് പ്രസാദ് എന്ന ആ ധനികനാണ്, കൂടെ മകളുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരവരെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വന്ന വ്യക്തിക്ക് അതിശയമാവും. ഇന്തസാർ എന്ന് വെച്ചാൽ ഞങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. जी हाँ, दरअसल गाड़ी लेट होने से सारा मामला गड़बड़ हो गया. कहिए घर ढूंढने में कोई कष्ट तो नहीं हुआ? അപ്പം രമാകാന്ത് പറയും, ആ വണ്ടി മിസ്സായതാണ് പ്രശ്നമായത്. വീട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? नहीं कोई कष्ट नहीं हुआ. आप बैठिए, आपसे कुछ बातें पूछनी है. അപ്പോൾ വന്നയാൾ പറയും, ഇരിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. पूछ लीजिएगा, सब पूछिएगा. पहले कुछ जलपान वगैरह तो कर लीजिए. ഇപ്പം രമാകാന്ത് പറയും, എല്ലാം ചോദിച്ചറിയാം, പക്ഷെ ആദ്യം എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കും. देखिए आप कुछ कष्ट न कीजिए. അപ്പോൾ കൂടെ വന്ന ചെറുപ്പക്കാരി പറയും, നോക്കൂ നിങ്ങൾ അതിനൊന്നും കഷ്ടപ്പെടണ്ട. എന്ന് വെച്ചാൽ ഭക്ഷണവും ചായയും ഡ്രിങ്ക്സും എന്ന് വെച്ചാൽ സ്നാക്സും ടീയും ഒന്നും എടുക്കണ്ട എന്ന് യുവതി പറയും. नहीं नहीं ऐसा कैसे हो सकता है? അപ്പം ആഭയാണ് മറുപടി പറയുന്നത്, അയ്യോ അങ്ങനെ പറ്റില്ല, ഒന്നും കഴിക്കാതെ എങ്ങനെയാ? हाँ थोड़ा बहुत तो लीजिए. जाओ जलपान का प्रबंध करो. രമാകാന്ത് ആഭയോട് പറയാണ്, ചെല്ല്, ഇവർക്ക് കഴിക്കാനുള്ള എല്ലാ ഏർപ്പാട് ആക്ക്. ആഭ अंदर जाती है. प्रौढ़ शब्दों को तौलते हुए, ये आढ़त की दुकान है ना? हाँ आपकी कृपा से दुकान है. एक फार्म है, क्लिनिक है, लक्ष्मी मैया की छाया है सिर पर. प्लॉटों की खरीद फरोख्त कर लेते हैं. यह बंगला है, एक कोठी सदर बाज़ार में है, किराए पर दी हुई है. गुज़र हो जाती है. अब देखिए രമാകാന്ത് ഹസ്തേ ഹുവേ സബ് കുച്ച് ബതാ ദേത്തെ ഹൈ. രമാകാന്ത് വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ജഗദീഷ് പ്രസാദാണ്, ഇദ്ദേഹത്തിനെ ഇമ്പ്രസ് ചെയ്യണം. അപ്പോൾ താങ്കൾക്ക് ആടത്തിൻ്റെ കടയുണ്ട്. ആടത്തെന്ന് വെച്ചാൽ ഈ ബ്രോക്കറേജ് വാങ്ങിച്ച് ഓരോ കമ്മീഷൻ വാങ്ങിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ദലാൽ പണി ചെയ്യുന്നത്. അപ്പോൾ താങ്കൾക്ക് ആ ഒരു ജോലിയല്ലേന്ന് ചോദിച്ചതേ ഉള്ളൂ. രമാകാന്ത് തനിക്കുള്ള ആസ്തി എല്ലാം പൊലിപ്പിച്ചങ്ങ് പറയും. എന്തൊക്കെ പറയും? एक फार्म है, एक क्लिनिक है, दुकान है, ലക്ഷ്മി മയ്യ കി ഛായ ഹെ സിർ പർ. ലക്ഷ്മിയുടെ കൃപയുണ്ട് എന്ന് വെച്ചാൽ ഐശ്വര്യദേവത, സമ്പത്ത് ആവശ്യത്തിനുണ്ട്. പ്ലോട്ടോं की खरीद फरोख्त कर लेते हैं. यह बंगला है, एक कोठी सदर बाज़ार में है. ഈ ഒരു ബംഗ്ലാവുണ്ട്, പിന്നെ ഒരു സദർ ബാസാറിൽ വേറൊരു വീടുണ്ട് ഞങ്ങൾക്ക്. കിരായ പർ ദീ ഹുയി, അത് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ഗുസർ ഹോ ജാത്തി ഹെ, എന്നിട്ട് ചിരിച്ചിട്ട് പറയും, കാര്യങ്ങളൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. और कुछ ഷെയർ വഗേര. അപ്പോൾ വന്ന ആൾ ചോദിക്കും, ഷെയർ മാർക്കറ്റിൽ വല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? सब हैं, आपने गलत घर नहीं चुना. ओम प्रकाश जी आपको गलत राय दे ही नहीं सकते. അപ്പോൾ രമാകാന്ത് പറയും, ഓ എനിക്ക് ഷെയർ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾ ഒരു രീതിയിലും ഒരു തെറ്റായ വീട്ടിലല്ല വന്നത്. എന്നുവെച്ചാൽ താങ്കളുടെ മകൾക്ക് പറ്റിയ ഒരു ബന്ധമാണ് ഞങ്ങൾ.
അതുകൊണ്ട് താങ്കൾ ഒട്ടും ശങ്കിക്കേണ്ട. എൻ്റെ സുഹൃത്ത് ഓം പ്രകാശ് എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. എനിക്ക് ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓം പ്രകാശ് ജി, അപ്പോൾ ഈ വന്ന ആളിന് ഓം പ്രകാശിനെ ആക്ച്വലി അറിയില്ല. അപ്പോൾ അയാൾ ചോദിക്കണം, ഓം പ്രകാശ് ജി, हाँ उनके परिवार से हमारे पुश्तैनी ताल्लुकात हैं. वह तो क्या है, ज़रा मिलना जुलना कम हो पाता है आजकल. दरअसल कारोबार इतना बढ़ गया है कि पलक मारने की भी फुर्सत नहीं मिलती. अरे भाई कुछ खाने पीने को लाओ ना. അപ്പം രമാകാന്ത് പറയും, എനിക്ക് ഓം പ്രകാശ് ജി ആയിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ ആക്ച്വലി റിലേറ്റീവ്സാണ്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി തിരക്ക് കാരണം, എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു തിരക്ക് കാരണം അധികം കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓം പ്രകാശ് ഒരു നേതാവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓം പ്രകാശിൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവാണെന്ന് പറയുമ്പം ഈ രമാകാന്തിന് ഒരു വില കൂടും, ഒരു മതിപ്പ് കൂടും. അതുകൊണ്ട് ഒന്നുകൂടെ കയറ്റി പറയാൻ, അപ്പം തൻ്റെ മഹിമ ഒന്നുകൂടെ കൂടട്ടെ എന്ന് കരുതി രമാകാന്ത് പറയാണ്, ഓം പ്രകാശുമായിട്ട് എനിക്ക് നല്ല എടാപോടാ ബന്ധമുണ്ട്, കാരണം ഞങ്ങൾ ആക്ച്വലി റിലേറ്റീവ്സ് തന്നെയാണ്. എന്നിട്ട് ആഭയോട് പറയും, അരെ ഭൈ കുച്ച് ഖാനെ പീനെ കോ ലാओ നാ, ജാനേ ദീജിയെ ക്യോ തക്കല്ലൂഫ് കർത്തേ ഹെ. അപ്പോൾ വന്ന ആൾ പറയും, വേണ്ട, ഞങ്ങൾക്കതൊന്നും വേണ്ട. അജി ഇസ്മേ തക്കല്ലൂഫ് കി ക്യാ ബാത് ഹെ. അപ്പം രമാകാന്ത് വിടുന്നില്ല, കാരണം ഭക്ഷണം കഴിച്ചേ പറ്റൂ. ഇവരാരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്, പെണ്ണിൻ്റെ അച്ഛനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അരേ യേ ഓം പ്രകാശ് ജി ക്യാ ബലാ ഹെ. അപ്പോൾ രമാകാന്ത് ഒന്ന് അകത്തോട്ട് പോയപ്പോൾ ഈ വന്ന പെൺകുട്ടി കൂടെയുള്ള ആ വ്യക്തിയോട് ചോദിക്കും, ഈ ഓം പ്രകാശ് ആരാണ്? കോയി ഹോങ്കെ ലഗ്താ ഹെ യേ മഹാശയ കുച്ച് ഗലത് സമജ് ബൈഠേ ഹെ. അപ്പോൾ വന്ന ആളിന് കാര്യം പിടികിട്ടി, ഇയാൾ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മേ ഭി യഹി സമജ്തി ഹൂം. അപ്പോൾ പെൺകുട്ടിയും പറയും, എനിക്കും തോന്നുന്നു ഇയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. ഇൻഹേ ഖുൽ കർ ബാത്തേം കർണേ ദോ പരിചയ മത് ദേന. അപ്പോൾ വന്ന ആൾ പറയും, ഇയാൾ ഉള്ളതെല്ലാം തുറന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണെന്ന് ഇപ്പം പറയണ്ട. ओके सर. आभा और गणेशी हाथों में बड़ी बड़ी तश्तरियाँ लिए प्रवेश करते हैं. രമാകാന്ത് ഏക് തഷ്തരി ആകെ ബടാത്ത ഹെ. വലിയ പ്ലേറ്റിൽ നിറയെ സ്വീറ്റ്സും നട്ട്സും എല്ലാമായിട്ട് ആഭയും ജോലിക്കാരൻ ഗണേഷിയും എല്ലാവരും കയറി വരും. ലീജിയെ. പ്രൗഡ് ഏക് ഛോട്ടാ ടുക്കടാ ഉഠാ ലേത്തെ ഹെ. തും ഭി ലോ ബേട്ടി. ജി നഹി, മൈ ഘർ സെ ബാഹർ കുച്ച് നഹി ഖാത്തി. അപ്പോൾ പെൺകുട്ടി പറയില്ല, എനിക്ക് വേണ്ട, ഞാൻ വെളിയിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കാറില്ല. വാഹ് ശാലീൻ ലഡ്ക്കിയോങ്കി യഹി പെഹചാൻ ഹെ. അപ്പോൾ രമാകാന്ത് പറയും, നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടികൾ ഇങ്ങനെയാണ്, വെളിയിൽ നിന്നൊന്നും കഴിക്കില്ല. പാനി की ट्रे टेबल पर रखते हुए गणेशी बोलता है, कुछ लीजिए साहब. वो क्या कहते हैं, नमकीन में लुनाई है तेरे शबाब की, മിഠായിയോ മേ മേരെ ദിൽ കി മിഠാസ് ഹെ. അപ്പം ഗണേഷിക്ക് ഒരു എൻട്രി വേണം. ഗണേഷി നമുക്ക് നേരത്തെ അറിയാം, ഒരുപാട് വായാടിയാണ്. അയാൾ അവസരത്തിലും അനവസരത്തിലും തൻ്റെ കവിത കേൾപ്പിക്കും. പ്രൗഡ് എക്ദം ഖുഷ് ഹോക്കർ, ഭൈ വാ ക്യാ ബാത് കഹി ഹെ. വന്ന വ്യക്തി ഗണേഷിയുടെ ഈ കവിത കേട്ട് വളരെ ഹാപ്പി ആവും. तो फिर एक पीस और लीजिए. ज़रूर. हमारे राजा साहब कहा करते थे, मिठास ही है ज़िंदगी, तू गर समझ सके, वरना हर सांस फीकी है, हर पल बेमानी है. എൻ്റെ രാജാസാബ് പറയും കേട്ടോ, മധുരം, സ്വീറ്റ്നെസ് അതാണ് ജീവിതം, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാം കയ്പാണ്. അരേ വാ തും തോ ജീനിയസ് ഹോ. അപ്പോൾ വന്ന വ്യക്തി പറയും, കൊള്ളാവല്ലോ, നീ ആൾ കൊള്ളാവല്ലോ. ശുക്രിയ. शुक्रिया कहते हुए സലാം करते हुए ഗണേശി ചലാ ജാത്ത ഹെ. രമാകാന്തിന് ദേഷ്യം വരും. ഗണേശിയോട് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ് അനാവശ്യമായിട്ട് വാ തുറക്കരുതെന്ന്. പക്ഷേ ഗണേശി തൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവിടെ വന്ന് അനാവശ്യമായിട്ട് സംസാരിക്കുകയാണ് ഗസ്റ്റുകളുമായിട്ട്. രമാകാന്ത് തീഷ്ണ നസറോं से देखता है. किसे देखता है? गणेशी को. आपका जैसा नाम सुना था वैसे ही पाया, बहुत सुंदर बंगला बनाया है आपने. അപ്പോൾ വന്ന വ്യക്തി പറയും, താങ്കളെപ്പറ്റി കേട്ടതുപോലെ തന്നെ വളരെ മനോഹരമായ ബംഗ്ലാവാണല്ലോ പണിതിരിക്കുന്നത്. അജി ബംഗ്ലാ ക്യാ ഹെ കുട്ടിയാ ഹെ, ആപ്കെ ചരൺ പടേ തോ പവിത്ര ഹോ ഗയി. ഇപ്പം രമാകാന്ത് പറയും, ഇത് എന്ത്, ഇത് ചെറിയൊരു കുടിലാന്ന് കരുതിയാൽ മതി, താങ്കളുടെ പാദസ്പർശം ഇവിടെ ഏറ്റല്ലോ, അപ്പം അത് പവിത്രമായി. 15-20 लाख रुपये से कम क्या लगे होंगे. അപ്പോൾ വന്ന ആൾ പറയും, ഒരു 20 ലക്ഷമെങ്കിലും ആയി കാണുമില്ലേ ഈ ഒരു വീടിന്. രമാകാന്തിന് അല്പം വിഷമമാവും, കാരണം അത് കുറഞ്ഞു പോയല്ലോ എന്നുള്ളത്. 20 लाख से क्या होता है साहब, 15 लाख का तो प्लॉट है ये.
യോ 20 ലക്ഷം കൊണ്ട് എന്താവാനാ സാറേ, 15 ലക്ഷം ഈ പ്ലോട്ടിന് തന്നെയായി. आप कुछ लीजिए ना, ये बंगाली रसगुल्ले खास आपके लिए कलकत्ते से मंगवाए हैं. ഈ ബംഗാളി റസഗുല്ല ഞാൻ സ്പെഷ്യലായിട്ട് താങ്കൾക്ക് വേണ്ടി കൽക്കട്ടയിൽ നിന്ന് വരുത്തിയതാണ്. मैं खुद गया था लेने, यहाँ ऐसे कहाँ बनते हैं. ഇടയ്ക്ക് കയറി ഗണേശി പറയും, ഞാനാണ് കൽക്കട്ടയിൽ പോയത് എന്തിന് ഇത് വാങ്ങിക്കാൻ, ഈ ബംഗാളി रसगुल्ला. मुझे मिठाइयों का बहुत तजुर्बा है. जब मैं राजा साहब के यहाँ काम करता था तो उन्होंने एक बार मुझे सोहन हलवा लाने दिल्ली भेजा था. वह जो घंटे वाला हलवाई है ना, वहाँ उसी के यहीं से. उनका शौक था. അപ്പം ഗണേശി കുറച്ചുകൂടെ അങ്ങ് തള്ളും. എന്താണ് പറയുന്നത്, ഞാൻ പണ്ട് നിന്ന രാജാ സാഹിബില്ലേ, എന്നെ സോഹൻ ഹൽവ വാങ്ങിക്കാൻ ഡൽഹിയിൽ വരെ വിട്ടു. എന്ന് വെച്ചാൽ ഇവർ ഇത്രയും പണക്കാരാണ്, ജോലിക്കാരെ ഡൽഹി, കൽക്കട്ട ഇങ്ങനെ പല സ്ഥലത്ത് പർട്ടിക്കുലർ സ്വീറ്റ്സ് വാങ്ങിക്കാൻ വരെ വിടും എന്ന് കാണിക്കാൻ വേണ്ടി. गणेशी पर रमाकांत ने देश्य मरू. जी साहब, और ये तले हुए काजू लीजिए, 56 भोग वाली दुकान से मंगवाए हैं बम्बई से, खास ऑर्डर देकर. हमारे डॉक्टर साहब है ना, नाश्ते में काजू के अलावा कुछ नहीं लेते. एक बार क्या हुआ, उनकी कॉन्फ्रेंस थी पूना में, मेडिकल कॉन्फ्रेंस. यहाँ से गए तो काजू ले जाना भूल गए. नाश्ते के वक्त याद आया तो फ़ोन किया. मैं स्पेशल टैक्सी लेकर गया. काजू पहुँचे തബ് നാഷ്ത കിയ. നോക്കി, തള്ളാൻ ഗണേശിനപ്പുറം വേറെ ഇല്ല. ഗണേശി എന്താ പറയുന്നത്, ഞങ്ങളുടെ കൊച്ചു മുതലാളിയില്ലേ, മോൻ ഇവിടുത്തെ ഡോക്ടറാണ്, അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിന് കാഷ്യൂനട്ട് മാത്രമേ കഴിക്കൂ. അപ്പോൾ ഒരിക്കൽ എന്തുണ്ടായി, അദ്ദേഹം പൂനെയിൽ പോയി ഒരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ. കാഷ്യൂനട്ട് കൊണ്ടുപോകാൻ മറന്നുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഓർത്തത്. പെട്ടെന്ന് ഞങ്ങളെ ഫോൺ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഉടനെ ടാക്സി പിടിച്ച് കാഷ്യൂവായിട്ട് അങ്ങ് എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞാണ് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ വളരെ പണക്കാരാണ്, അപ്പം ഞങ്ങളൊക്കെ അത്രയ്ക്ക് റോയൽ ആൾക്കാരാണെന്ന് കാണിക്കാനാണ്. टैक्सी, आपके यहाँ कार नहीं है क्या? हैं साहब, 2 कारें हैं. कार के बिना कैसे काम चलेगा? वह क्या कहते हैं, कार बिन बेकार है ये ज़िंदगी, जैसे मंजिल हो मगर रास्ता ना हो. അപ്പോൾ ഗണേശി പറയും, കാറൊക്കെ ഉണ്ട് സാറേ, പക്ഷേ കാറുണ്ട്, എന്താ 2 കാറുണ്ട് സാറേ, കാറിന് കുറവൊന്നുമില്ല. ഗണേശി അന്തർ ജാओ. രമാകാന്തിന് ദേഷ്യം വരും. ഗണേശിയെ വഴക്ക് പറഞ്ഞകത്തോട്ട് വിടും. नहीं रमाकांत जी, बहुत मज़ेदार नौकर मिला है आपको. कितनी मज़ेदार और लच्छेदार बातें करता है. വളരെ നല്ല സർവൻ്റ് ആണല്ലോ നിങ്ങൾക്ക് കിട്ടി. കാരണം സർവൻറ്റ് വളരെ എക്സ്ട്രോവേർട്ടാണ്, ഒരുപാട് സംസാരിക്കുന്നു. അപ്പോൾ സർവൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ന്യൂസ് പിടിച്ചെടുക്കാൻ പറ്റും. क्या कहते हैं, महाकवि सूरदास के घर में नौकर चाकर भी संस्कृत बोलते थे. അപ്പോൾ ഗണേശി പറയും, അതെന്താ സാറേ, നമ്മൾ കേട്ടിട്ടില്ലേ, സൂർദാസിൻ്റെ വീട്ടിൽ ജോലിക്കാർ വരെ സംസ്കൃതമായിരുന്നു സംസാരിക്കുന്നത്. സംസ്കൃതം എന്ന് വെച്ചാൽ ദേവഭാഷയാണ്, ഉന്നത കുലജാതർ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ്. പക്ഷേ സൂർദാസിൻ്റെ വീട്ടിലെ സർവൻറ്റ് പോലും സംസ്കൃതം പറയുമായിരുന്നു. അതുപോലെ ഞാനും അതുപോലെയാണ്. എന്ത് ചെയ്യാനാണ്, ഞാനൊരു ജോലിക്കാരനാണ്, പക്ഷേ ഞാൻ രമാകാന്ത് ജിയുടെ വീട്ടിലെ ജോലിക്കാരനാണ്, അതുകൊണ്ട് എനിക്കും ഹൈ സ്റ്റാൻഡേർഡാണ് എന്നാണ് ഗണേശി പറഞ്ഞു വെക്കുന്നത്. സൂർദാസ് നഹി കേശവദാസ്. അപ്പോൾ രമാകാന്ത് റേയുടെ മണ്ട സൂർദാസ് അല്ല, ആരാണ്, കേശവദാസിൻ്റെ വീട്ടിൽ. കേശവദാസ് വളരെ പണ്ഡിതനായിരുന്നു. അപ്പോൾ കേശവദാസിൻ്റെ വീട്ടിലെ സെർവൻസാണ് സംസ്കൃതം പറഞ്ഞിരുന്നത്, സൂർദാസിൻ്റെ അല്ല. जी हाँ वही. तो क्या तुम्हारे रमाकांत जी भी शायर हैं? जी नहीं, डॉक्टर बाबू हैं. रमाकांत जी, आप कविता क्यों नहीं लिखते? नहीं साहब, यह अपने बस का रोग नहीं. हमें तो सच पूछिए, व्यापार के अलावा कोई शौक ही नहीं. यह गणेशी ही क्या कम है इन सब बातों के लिए. എനിക്ക് കവിതയൊന്നും എഴുതാൻ അറിയില്ല കേട്ടോ, എനിക്ക് കവി ഹൃദയമേ ഇല്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഈ ജോലിക്കാരനുണ്ടല്ലോ, ഇവൻ തന്നെ മതി, ഇവൻ്റെ കവിത കേട്ട് തന്നെ നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ബിസിനസ് അല്ലാതെ വേറെ ഒന്നിനും ഒരു താല്പര്യവുമില്ല. കുച്ച് ഭി കഹോ, ആജ് മജ ആ ഗയാ ആപ് ലോഗോ സെ മിൽക്കർ. അരേ ഗണേശി, വിനയക്കോ ഫോൺ തോ കർ. അപ്പോൾ അമ്മ പെട്ടെന്ന് ഓർമ്മിപ്പിക്കും, അയ്യോ മകനെ വിളിക്കണമല്ലോ. ഗണേശി ഫോൺ ഡയൽ കർത്താ ഹെ और फिर निराशा से रिसीवर वापस रख देता है. ഫോൺ तो डेड पड़ा है साहब. അപ്പോൾ ഫോൺ പതിവ് പോലെ വർക്ക് ചെയ്യുന്നില്ല. मैं चौबे जी के यहाँ से फ़ोन करता हूँ, एक्सक्यूज़ मी प्लीज़. അപ്പോൾ രമാകാന്ത് പറയും, मैं चौबे जी के यहाँ से फ़ोन करता हूँ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചോബേജിയുടെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യാം, നിങ്ങൾ എന്നെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യും, ഞാൻ എന്താ വരുന്നു. മിസ്സസ് ഗുപ്ത, आपने दूसरा कनेक्शन नहीं लिया. അപ്പോൾ ഇത് ലാൻഡ് ഫോൺ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ്, അന്ന് മൊബൈൽ ഫോൺ ഇല്ല.
അപ്പോൾ അന്ന് ലാൻഡ് ഫോൺ ഉള്ളത് തന്നെ വളരെ റെയറാണ് വീടുകളിൽ. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കണക്ഷൻ, ഡബിൾ കണക്ഷനൊക്കെ ഉള്ളവർ വളരെ ഹൈഫൈ ആൾക്കാരാണ് ലാൻഡ് ഫോണിൻ്റെ തന്നെ ഡബിൾ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ വന്ന വ്യക്തി മിസ്സസ് ഗുപ്തയോട് ചോദിക്കും, മിസ്സസ് ഗുപ്ത आपने दूसरा कनेक्शन नहीं लिया? दुकान पर 2 फ़ोन हैं जी, एक विनय के क्लिनिक में है, घर पर एक से काम चल जाता है. അപ്പോൾ നോക്കി എത്ര ഫോണുണ്ട് ഇവർക്ക്. കടയിൽ 2 ഫോണുണ്ട്, പിന്നെ ഒന്ന് വിനയുടെ ക്ലിനിക്കിലുണ്ട്, പിന്നെ വീട്ടിലൊന്നുണ്ട്. ലേക്കിൻ ऐसे मौक़ों पर फ़ोन डेड हो जाए तो परेशानी होती है ना? യുവതി പറയും, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഫോൺ ഡെഡായാൽ വളരെ ബുദ്ധിമുട്ടായില്ലേ. लगवा दूंगी, दूसरा फ़ोन भी लगवा दूंगी. अजी फ़ोन का क्या है, एक बला है. वो क्या कहते हैं, हमने जो कुछ कहा तो आंखें चुरा गए, अब फ़ोन पर दिल की सदा सुना रहे हैं वो. അപ്പോൾ ഫോണിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരു കവിത ചൊല്ലും ഗണേശി. വാഹ് ക്യാ ബാത് ഹെ, ബാത് ബാത് മേ ഷായരി, ഹർ പ്രസംഗ് പർ കവിത, റിയലി ജീനിയസ്. അപ്പം വന്ന വ്യക്തി ഗണേശിയുടെ ഈ ഒരു ഷായറി, ഈ കവിത ചൊല്ലുന്ന ഈ ഒരു സ്റ്റൈലിൽ വളരെ ഇംപ്രസ്ഡ് ആവും. അദ്ദേഹം പറയും, യു ആർ റിയലി ജീനിയസ്. अब तो शायरी ही करता रहेगा या कुछ जलपान का भी प्रबंध करेगा? രമാകാന്ത് ജിക്കോ ആ ജാനെ ദീജിയെ. അപ്പോൾ വന്ന വ്യക്തി പറയും, ഇല്ല വെയിറ്റ് ചെയ്യ്, രമാകാന്ത് ജി വരട്ടെ. ഹം तो हाजिर हैं. രമാകാന്ത് ഓടി വന്നു. गणेशी से ड्रिंक्स लाने के लिए कह रही थी. कहिए क्या लीजिएगा, जो आप चाहें. फिर भी गरम या ठंडा आम का जूस लेंगे. ഡ്രിങ്ക്സ് എന്ത് വേണമെന്ന് ചോദിക്കും. തണുത്തത് കുടിക്കുന്നോ, ചൂട് കുടിക്കുന്നോ, അതോ മാംഗോ ജ്യൂസ് കുടിക്കുന്നോ. ठीक है. गणेशी जाता है. विनय विसिट पर गया है. कोई बात नहीं, उनसे बाद में मिल लेंगे. അപ്പം മകനെ വിളിക്കാനാണ് ഫോൺ ചെയ്യാൻ പോയത് ചോബേജിയുടെ വീട്ടിൽ. എന്താണ് വന്നിട്ട് മറുപടി പറയുന്നത്, വിനയ് വിസിറ്റിന് പോയിരിക്കുകയാണ്, എന്ന് വെച്ചാൽ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ റൗണ്ട്സിന് പോയിരിക്കുകയാണ്, അത് കഴിഞ്ഞ് വരും. फिर भी आए हैं तो मिल लेते, क्लिनिक चलेंगे. हाँ मैं भी यही ठीक समझती हूँ. ഒരു കാര്യം ചെയ്യാം, ഏതായാലും വന്നതല്ലേ, മകനെയും കാണാം, ക്ലിനിക്കിൽ പോയി കാണാം. देखेंगे. गणेशी जूस लाता है. लीजिए, साथ में कुछ मीठा लीजिए, कुछ नमकीन. പ്ലേറ്റ് बढ़ाता है. സ്വീറ്റ്സ് ഉണ്ട്, സോൾട്ടി ഐറ്റംസ് ഉണ്ട്, എല്ലാം അങ്ങോട്ട് സെർവ് ചെയ്യും. ജി നഹി ധന്യവാദ്, ആജ്കൽ പ്ലോട്ട്സ് കാ മാർക്കറ്റ് തോ സ്ലാക്ക് ചൽ റഹാ ഹെ. എന്നിട്ട് അദ്ദേഹം പിന്നെയും ബിസിനസ്സിനെ പറ്റി പറയും വന്നയാൾ. ഈയിടെയാണെങ്കിൽ പ്ലോട്ടൊക്കെ ഈയിടെയൊക്കെ ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വളരെ ഡിമ്മായില്ലേ. നഹി अब तो और तेज हो गए हैं. यूँ समझिए 1980 में जिस जगह की कीमत 300 रुपये स्क्वायर फीट थी, उसका रेट अब 4000 चल रहा है. 8-9 साल में 12-13 गुणे भाव बढ़ गए. ഈ റിയൽ എസ്റ്റേറ്റിൽ ഇപ്പം നല്ല ഹൈ ബൂമാണ്. പണ്ട് 1980s ₹300 ഒരു സ്ക്വയർ മീറ്ററിനുള്ളതിന് ഇപ്പം എത്രയാണ്, 4000 ആയിരിക്കുകയാണ്. അപ്പം നല്ല ഉയർച്ചയാണ്, ഒട്ടും കുറച്ചില്ല. രമാകാന്ത് വളരെയധികം പൊലിപ്പിച്ച് തന്നെ പറയും. अब आपके पास कितने प्लॉट हैं? मैं रोक कर नहीं रखता, अच्छा ग्राहक मिलते ही निकाल देता हूँ. इससे क्या होता है, पैसे का सर्कुलेशन होता रहता है. അപ്പം രമാകാന്ത് പറയും, ഞാനിങ്ങനെ പ്ലോട്ട് മേടിച്ചിട്ട് അതിങ്ങനെ നല്ലൊരു പ്രൈസ് കിട്ടുമ്പോൾ അപ്പം തന്നെ അങ്ങ് സെയിൽ നടത്തും, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. फिर भी कितने प्लॉट हैं? होंगे 10-12. അപ്പം രമാകാന്ത് ഒരു 10-12 പ്ലോട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. यह एरिया अच्छा है. हाँ शांत है और शहर से दूर भी नहीं. खैर दूर पास का तो अब कोई सवाल नहीं रहा. कारें हैं, बल्कि रईस लोग शहर से दूर रहना ज़्यादा पसंद करते हैं. അപ്പോൾ അവർ താമസിക്കുന്ന ആ ഒരു പ്ലോട്ടിനെ പറ്റി സംസാരം വരും. ടൗണിൽ നിന്ന് അധികം ദൂരമല്ല, എങ്കിൽ അടുത്തുമാണ്. അപ്പോൾ രമാകാന്ത് പറയും, ഇപ്പം അതൊരു പ്രശ്നമല്ല, എല്ലാവരുടെയും 2-3 വണ്ടിയല്ലേ. അപ്പോൾ ഇപ്പം പണക്കാരൊക്കെ ആണെങ്കിൽ വാസ്തവത്തിൽ സിറ്റിയിൽ നിന്ന് അല്പം മാറിയാണ് താമസിക്കുന്നത്. കാരണം ഈ സിറ്റിയുടെ പൊല്യൂഷനും ഈ നോയ്സ് പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനും ഒന്നും കേൾക്കുകയും വേണ്ട. എങ്കിൽ വാഹനമുള്ളവർ പെട്ടെന്ന് സിറ്റിയിൽ എത്തുകയും ചെയ്യും. ഹാ കാറോ കെ ജമാനെ മേ മീൽ ക്യാ ഗിന്ന. അപ്പോൾ വന്ന വ്യക്തിയും പറയും, ശരിയാണ്, കാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എത്ര ദൂരം ഉണ്ടെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. बिल्कुल ठीक फरमाया आपने. मेरे पास 2 कारें हैं. अब एक और लेने की सोच रहा हूँ. എൻ്റെ കയ്യിൽ ഓൾറെഡി 2 കാറുണ്ട്, ഞാനിപ്പോൾ ഇനി ഒന്നുകൂടെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. 2 काफ़ी नहीं है. അപ്പോൾ വന്ന വ്യക്തി ചോദിക്കും, 2 കാർ പോരെ? एक मेरे पास रहती है, एक विनय रखता है. अब इन लोगों को, വൈഫിനെ ചൂണ്ടിയിട്ട് പറയും, कहीं आना जाना हो तो नहीं, पैसा है तो सुख सुविधा के लिए ही तो है.
നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് ചിലവാക്കാനല്ലേ, നമ്മുടെ സുഖവും സൗകര്യമൊക്കെ നോക്കണ്ടേ സാറേ. അതുകൊണ്ട് 2 കാറുണ്ട്, പക്ഷേ ഞാനൊന്ന് മൂന്നാമതൊരെണ്ണം എടുക്കണമെന്ന് ആലോചിക്കുകയാണ്. കാരണം ഒന്ന് ഞാൻ കൊണ്ടുപോകും, ഒന്ന് മോൻ കൊണ്ടുപോകും, പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്കാരന് തന്നെ വേണം ഒരു കാർ. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെങ്കിൽ കാറ് വേണ്ടേ. അച്ഛാ മേ അബ് ചലൂങ്ക ക്യോ ഗണേശി. എന്നിട്ട് രമാകാന്തിനോടായിട്ട് പറയും, ആപ്ക നോക്കർ സച്ച്മുച്ച് ഖുഷ് മിസാസ് ആദ്മി ഹെ. താങ്കളുടെ ജോലിക്കാരനും കൊള്ളാം കേട്ടോ. आप भी बहुत खुश मिजाज हैं साहब. वह क्या कहते हैं, यह मुस्कान भी साहब सबको मयसर है कहाँ, लोग तो बेमतलब ही मुँह लटकाए रहते हैं. അപ്പം ഗണേശി ആ സമയത്ത് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് വന്ന വ്യക്തിയെപ്പറ്റി തന്നെ ഒരു കവിത ഉണ്ടാക്കും. എന്നുവെച്ചാൽ താങ്കൾ വളരെ ചിരിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് സന്തോഷമായിട്ടിരിക്കുന്ന വ്യക്തിയെ പോലും കാണാൻ മഷിയിട്ട് കാണാൻ ഇല്ല. സബ് ഹസ്തേ ഹെ. तो फिर अब कब मुलाकात होगी, താരീഖ് വഗേര തയ കർണേ കെ ലിയെ. അപ്പോൾ രമാകാന്ത് പറയും, ഇനി എന്നാ നമ്മൾ തമ്മിൽ കാണുന്നത്, നമുക്ക് ഡേറ്റൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണ്ടേ. താരീഖ് തോ ഹമേ തയ കർണി ഹെ, ആപ് ക്യോं. അപ്പോൾ വന്ന വ്യക്തി പറയും, ഡേറ്റൊക്കെ ഞങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്, താങ്കളല്ലല്ലോ. हाँ हाँ करनी तो आप ही को है, तो फिर आप ऐसा कीजिए, आज शनिवार है, परसों ऑफिस आ जाइए, मैं स्टेटमेंट वगैरह तैयार करा के रखूँगा, आप साइन कर दीजिएगा. അപ്പോൾ വന്ന വ്യക്തി പറയും, നോക്കി ഒരു കാര്യം ചെയ്യാം, മറ്റന്നാ വാ ഓഫീസിൽ, ഞാൻ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ശരിയാക്കി വെക്കാം, വന്ന് ഒപ്പിട്ട് മേടിക്കുക. ഓഫീസ്? ഹാ ഇൻകം ടാക്സ് ഓഫീസ്. അപ്പോഴാണ് വന്ന വ്യക്തി തൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നത്. ഞങ്ങൾ എവിടെ നിന്നുള്ളവരാണ്, ഇൻകം ടാക്സിൽ നിന്നുള്ളവരാണ്. तो क्या आप नासिक के जगदीश प्रसाद अग्रवाल नहीं है. അപ്പോഴാണ് ആഭയ്ക്ക് മനസ്സിലാവുന്നത്, നാസിക്കിൽ നിന്ന് വരുന്ന ജഗദീഷ് പ്രസാദ് അഗർവാൾ അല്ലേ നിങ്ങൾ. नहीं, और ये आपकी बेटी नहीं है. जी नहीं. फिर मैं इनकम टैक्स ऑफिसर हूँ, PB सक्सेना. ഞാൻ ഇൻകം ടാക്സ് ഓഫീസറാണ്, PB സക്സേന. और मैं मिस ശുക്ല. കൂടെ വന്നതും ഇൻകം ടാക്സ് ഓഫീസിലെ തന്നെ ഒരു ലേഡിയാണ്, മിസ് ശുക്ല. ഓം പ്രകാശ് കാ പ്രവേശ്. പെട്ടെന്ന് അവിടെ ഓം പ്രകാശ് കയറി വരും. ഓം പ്രകാശ് ആരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പൊളിറ്റീഷ്യനാണ്, ഇവരുടെ ഫ്രണ്ടാണ്. അയാൾ വഴിയാണ് ഈ ആലോചന വരുന്നത്. अच्छा मैं चलता हूँ, आप अपने मेहमानों से मिलिए, परसों ऑफिस में आकर ज़रूर मिल लें. അപ്പോൾ ഓം പ്രകാശ് വന്നപ്പോൾ ഈ വന്ന വ്യക്തി, ഓൾറെഡി വന്ന ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അങ്ങ് പോവും. ഗുഡ് ബൈ എവറിബഡി, ദോനോ ജാത്തെ ഹെ. യെ കോൺ സജ്ജൻ थे. അപ്പോൾ ഓം പ്രകാശ് ചോദിക്കും, ഇവരാരായിരുന്നു. ഇൻകം ടാക്സ് ഓഫീസർ. बहुत घबराते हुए रमाकांत कहते हैं, ഇൻകം ടാക്സ് ഓഫീസർ. രമാകാന്ത് ശരിക്കും അങ്ങ് പേടിച്ചു പോകും. കാരണം ഉള്ള സ്വത്തും ഇല്ലാത്ത സ്വത്തിനെ പറ്റി എല്ലാം ബടായി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻകം ടാക്സുകാർ അതെല്ലാം നോട്ട് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അതനുസരിച്ചായിരിക്കും ഇനിയും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഈ ടാക്സുകാരെ വെട്ടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇയാൾ ഇതെല്ലാം നടത്തുന്നത്. मैं सब समझ गया, आप कोई चिंता ना करें, इनकम टैक्स वाले भी कोई डरने की चीज़ है, मैं सेवक राम जी से फ़ोन करा दूँगा. അപ്പം നോക്കിയേ, ഇയാളൊരു രാഷ്ട്രീയക്കാരനാണ്, ഇയാൾക്കറിയാം ഇൻകം ടാക്സുകാരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന്. ഓം പ്രകാശിന് നല്ലപോലെ അറിയാം. അപ്പോൾ അയാൾ പറയാൻ, ഇവരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ നേതാവിനോട് വിളിച്ച് പറയാം, അദ്ദേഹം ഫോൺ ചെയ്യും, ഈ പ്രശ്നമെല്ലാം സോൾവ് ആവും. चलिए देर हो रही है, उन्हें रिसीव करें. आभा, रमाकांत और ओम प्रकाश जाते हैं. मछली फंसाने के लिए डाला था एक जाल, मछली न फंसी, आ फंसा घड़ियाल बीच में. അപ്പോൾ ഗണേശി ഈ അവസരത്തിനൊത്തൊരു കവിത ഒപ്പിക്കുകയാണ്. വലിയൊരു മത്സ്യത്തിനെ കുരുക്കാൻ വേണ്ടിയുള്ള ചൂണ്ടയെല്ലാം റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ മത്സ്യത്തിന് പകരം എന്ത് വന്നു, ഘടിയാൽ. ഘടിയാൽ എന്താണ്, ക്രോക്കഡൈൽ. വലിയൊരു ക്രോക്കഡൈൽ വന്നാണ് പെട്ടത്, ഇൻകം ടാക്സ് ആകുന്ന ക്രോക്കഡൈൽ. അപ്പോൾ ഗണേശി അതൊരു ഫലിത രൂപത്തിൽ, കവിത രൂപത്തിൽ പറയാണ്. മച്ഛലി ഫസാനെ കെ ലിയെ ഡാലാ था एक जाल, मछली न फंसी, आ फंसा घड़ियाल बीच में.